എറണാകുളം കുറുപ്പുംപടിയിൽ സഹോദരിമാർ പീഡനത്തിനിരയായ സംഭവത്തിൽ സുഹൃത്തുക്കളെ വീട്ടിലെത്തിക്കണമെന്ന് പ്രതി ധനേഷ് കുട്ടികളെ ഭീഷണിപ്പെടുത്തിയതായി പോലീസ്. സോഷ്യൽ മീഡിയയിൽ സുഹൃത്തുക്കളുടെ ചിത്രം കണ്ടതോടെയാണ് പ്രതിയുടെ ഭീഷണി. രണ്ടാം അച്ഛൻ എന്ന നിലയിലായിരുന്നു ധനേഷ് കുട്ടികളെ സമീപിച്ചിരുന്നത്. പീഡനത്തിനിരയായ കുട്ടികളുടെ സുഹൃത്തുക്കളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതോടെയാണ് ഇവരെയും വീട്ടിലേക്ക് എത്തിക്കണമെന്ന് പ്രതിയായ ധനേഷ് ഭീഷണിപ്പെടുത്തിയത്. Asking this elder sister to bring one more friend to their house. So this elder Penkuti wrote a letter saying that my father wants you to come to my house. So this letter was seen by another friend whose mother is their teacher in the school. ഭീഷണിക്ക് വഴങ്ങേണ്ടി വന്ന കുട്ടികൾ നൽകിയ കത്ത് സഹപാഠിയുടെ അമ്മയായ ഇവർ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപികയ്ക്ക് ലഭിച്ചു. അധ്യാപിക നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ശനി ഞായർ ദിവസങ്ങളിൽ കുട്ടികൾ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് എത്തുന്ന ധനേഷ് 2023 മുതൽ കഴിഞ്ഞ ഫെബ്രുവരി വരെ കുട്ടികളെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ കുട്ടികളുടെ അമ്മയുടെ പങ്ക് അന്വേഷിച്ചു വരികയാണ്. പോക്സോ നിയമപ്രകാരം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൈരളി ന്യൂസ്, കൊച്ചി. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ കൂടി ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി. അമൽനാഥ്, വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. കാരണം സഹോദരിമാരായ പ്രായപൂർത്തിയാകാത്തവരെ പീഡിപ്പിച്ച അയാൾ ആ കുട്ടികളുടെ അമ്മയുടെ സുഹൃത്താണ്. ആ സമീപനത്തോടു കൂടിയാണ് ആ വീട്ടിനുള്ളിൽ കയറുകയും ഈ കുട്ടികളെ പീഡിപ്പിക്കുകയും ചെയ്തത്. മാത്രമല്ല, അതിലെ പുതിയ കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ അമൽനാഥിൻ്റെ റിപ്പോർട്ടുള്ളത്. അത് പോലീസ് ഓഫീസർ പറയുകയും ചെയ്തു. നോക്കൂ, ഈ കുട്ടികളെ ഉപയോഗിച്ച് മറ്റ് കുട്ടികളെ കൂടി വീട്ടിലെത്തി പീഡിപ്പിക്കാനുള്ള ശ്രമം അയാൾ നടത്തിയിരുന്നു എന്ന് അമൽനാഥ് പാടിച്ചാൽ. അജിംഷാദ്, കുറുപ്പുംപടിയിലെ ഇത്തരത്തിൽ ഈ പീഡനവുമായി ബന്ധപ്പെട്ട് ഓരോ നിമിഷവും അതിൻ്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 10ഉം 12ഉം വയസ്സുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷമായി ഈ ധനേഷ് ഇവരെ പീഡനത്തിന് ഇരയാക്കിക്കൊണ്ടിരിക്കുന്നു. 2023 മുതൽ കഴിഞ്ഞ ഫെബ്രുവരി വരെ ഈ കുട്ടികൾ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏകദേശം 3 വർഷം മുൻപാണ് ഈ കുട്ടികളുടെ അച്ഛൻ മരിക്കുന്നത്. ഈ കുട്ടികളുടെ അച്ഛൻ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി കുട്ടികളുടെ അമ്മ ഈ ധനേഷിൻ്റെ ടാക്സി ആയിരുന്നു വിളിച്ചിരുന്നത്. അത്തരത്തിലാണ് ഈ കുട്ടികളുടെ അമ്മയും ധനേഷും തമ്മിൽ പരിചയത്തിലാകുന്നത്. ഈ കുട്ടികളുടെ അച്ഛൻ്റെ മരണശേഷം പിന്നീട് ആ ബന്ധം തുടരുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ 2 വർഷക്കാലമായി എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും അതായത് ശനി ഞായർ ദിവസങ്ങളിൽ ഈ ധനേഷ് ഇവരുടെ വീട്ടിലേക്ക് എത്തുമായിരുന്നു. ഒരു രണ്ടാം അച്ഛൻ എന്ന രീതിയിലായിരുന്നു ഈ കുട്ടികളെ ധനേഷ് സമീപിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ സോഷ്യൽ മീഡിയയിൽ, അതായത് ഇവരുടെ ഫോൺ വഴി ഈ കുട്ടികളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠികളുടെ ഫോട്ടോ കാണുന്നു. പിന്നീട് ഈ കുട്ടികളെ കൂടി തനിക്ക് വേണം എന്ന് ഈ കുട്ടികളോട്, അതായത് സഹപാഠികളെ കൂടി ഇവിടത്തേക്ക് തൻ്റെ വീട്ടിലേക്ക് എത്തിക്കണമെന്ന് ഈ കുട്ടികളോട് പറയുകയും അത് ഇതിലെ മൂത്ത കുട്ടി ആ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ആ ഭീഷണിക്ക് വഴങ്ങേണ്ടി വന്ന് ഈ മൂത്ത കുട്ടി തൻ്റെ സഹപാഠിക്ക് ഒരു കുറിപ്പിൽ എഴുതി കൊടുക്കുകയാണ്. തൻ്റെ രണ്ടാം അച്ഛനെ നിന്നെ ഒന്ന് കാണണം എന്ന രീതിയിൽ ഒരു കുറിപ്പിൽ എഴുതി സഹപാഠിക്ക് കൊടുക്കുന്നു. ആ സഹപാഠിയുടെ അമ്മയും ഒപ്പം തന്നെ ഇവരുടെ സ്കൂളിലെ ടീച്ചറുമായ ആൾ ആ കത്ത് കണ്ട് പിന്നീട് പോലീസിന് പരാതി നൽകുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു അന്വേഷണം നടക്കുന്നത്. പിന്നീട് പോക്സോ നിയമപ്രകാരം ഈ ധനേഷിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇത്തരത്തിലാണ് ആ ഒരു സംഭവത്തിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. അതായത് ഏറെ ഞെട്ടിക്കുന്ന ഒരു സംഭവം. ചെറിയ കുട്ടികളെയാണ് കഴിഞ്ഞ 2 വർഷക്കാലമായി ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കുന്നത്. അവരുടെ സഹപാഠികളെ കൂടി ഇത്തരത്തിൽ ഈ വീട്ടിലേക്ക് എത്തിക്കുവാനുള്ള ഭീഷണികൾ മുഴക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം, ഈ 2 വർഷമായി കുട്ടികൾ പീഡനത്തിന് ഇരയാകുമ്പോൾ സ്വാഭാവികമായും അമ്മ അത് അറിയുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിൽ പോലും അമ്മ അത് ആ ഒരു വിവരം പുറത്ത് എത്തിച്ചിട്ടില്ല എന്നതാണ്. ഒരു പക്ഷേ തൻ്റെ ആൺ സുഹൃത്തിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാകാം അത് പുറത്തു പറയാതിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയായാലും നിലവിൽ ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ധനേഷിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കേസിൽ അമ്മയുടെ പങ്ക് എന്താണ് എന്ന് നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അജിംഷാ, തീർച്ചയായും. അതായത് അവിടെ ആ നിരന്തരം സഹകരിച്ചുകൊണ്ടിരുന്ന അമ്മയുടെ സുഹൃത്താണ് ഈ പീഡനം നടത്തിയ ആൾ. അതുകൊണ്ട് അയാൾ ടാക്സി ഡ്രൈവർ കൂടിയാണ്. അപ്പോൾ അയാൾ മറ്റു കുട്ടികളെ കൂടി അതിനെ സമീപിക്കാൻ ശ്രമിച്ച ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടു. സ്വാഭാവികമായും അമ്മയ്ക്ക് അക്കാര്യങ്ങൾ അറിയാമെങ്കിൽ അത് മറച്ചു വെച്ചോ എന്നുള്ളതാണ് പോലീസ് ഇനി അന്വേഷിക്കുന്നത്, അല്ലേ? പക്ഷേ ആ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല, അല്ലേ അമൽ?
അജിംഷാദില്ല, ആ ഒരു കാര്യമാണ് നിലവിൽ പോലീസിന്റെ അന്വേഷണ പരിധിയിലുള്ളത്. അവിടെ പോലീസ് പറയുന്നത്, അതായത് കഴിഞ്ഞ 2 വർഷക്കാലമായി ഇത്തരത്തിൽ കുട്ടികൾ പീഡനത്തിന് ഇരയായിട്ടുണ്ട്. ഇവരുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ പീഡനം നടക്കുന്നത്. അത് സ്വാഭാവികമായും ഈ പെൺകുട്ടികൾ ഏറ്റവും ആദ്യം പറയുക തൻ്റെ അമ്മയോട് തന്നെയാകും. അങ്ങനെ അമ്മ ഈ ഒരു വിവരം അറിഞ്ഞിരിക്കും. ഈ കുട്ടികൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഈ 2 വർഷമായി ഇത്തരത്തിൽ പീഡനം നടക്കുന്നുണ്ടെങ്കിൽ അത് അമ്മ അറിയുക എന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത്തരത്തിൽ ഒരു കാര്യവും അമ്മയുടെ ഭാഗത്തു നിന്നും പുറം ലോകം അറിഞ്ഞിട്ടില്ല എന്നത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ആ ഒരു ബലത്തിൽ തന്നെ, അതായത് ഇത്തരത്തിൽ തുടർച്ചയായി പീഡനം നടത്തിയിട്ടും അത് മറ്റാരും അറിയുന്നില്ല എന്നൊരു ആത്മവിശ്വാസം തന്നെയാണ് ഈ ധനേഷിനെ കൊണ്ട് ഈ കുട്ടികളുടെ സുഹൃത്തിനെ കൂടി ഈ വീട്ടിലേക്ക് ുവാനുള്ള നീക്കങ്ങളിലേക്ക് എത്തിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ കുട്ടികളെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് എത്തിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തത്. എന്നാൽ അത് ആ സ്കൂളിലെ അധ്യാപിക അറിഞ്ഞതോടുകൂടിയാണ് ഈ ഒരു വിവരം പുറം ലോകം അറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ പേർ ഈ കുട്ടികളുടെ സഹപാഠികളിലേക്ക് അടക്കം അവരെ കൂടി ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു. എന്തുതന്നെയായാലും ഇതിൽ അമ്മയുടെ പങ്ക് എന്താണ് എന്നത് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ അമ്മയ്ക്ക് പങ്കുണ്ടാകാം എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പക്ഷേ അത് കൂടുതൽ വ്യക്തതകൾ ലഭ്യമായിട്ടില്ല. അമ്മയുടെ മൊഴി രേഖപ്പെടുത്തും. ആ അമ്മയുടെ മൊഴിയിൽ നിന്ന് മാത്രമേ ഇത്തരത്തിൽ അമ്മയുടെ പങ്ക് ഇതിൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഈ കൂടുതൽ കുട്ടികളെ, ഈ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് കൂടുതൽ കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു കത്തിൽ ഉള്ള പരാമർശം അത് ടീച്ചർ കാണുകയും അതാണ് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കും അല്ലേ? അത് മാത്രമല്ല, എത്ര നാളായി ഈ കുഞ്ഞുങ്ങളെ അയാൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു? അജിംഷാദ്, കഴിഞ്ഞ 2 വർഷക്കാലമായാണ് ഇത്തരത്തിൽ ഈ 10ഉം 12ഉം വയസ്സുള്ള കുട്ടികൾ, അതായത് 4ാം ക്ലാസ്സിലും ഒപ്പം 6ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ്. അവർ കഴിഞ്ഞ 2 വർഷമായാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാകുന്നത്. എല്ലാ ശനി ഞായർ ദിവസങ്ങളിലുമാണ് ധനേഷ് ഈ ഒരു വീട്ടിലേക്ക് സന്ദർശനം നടത്തുന്നത്. അത്തരത്തിൽ ഒരു രണ്ടാനച്ഛൻ്റെ റോള് തന്നെ ആയിരുന്നു ധനേഷിന് ആ വീട്ടിലുണ്ടായിരുന്നത്. അത്തരത്തിൽ തന്നെയായിരുന്നു കുട്ടികളോടുള്ള പെരുമാറ്റവും ഉണ്ടായിരുന്നത്. അത് മുതലെടുത്തുകൊണ്ടായിരുന്നു ധനേഷ് ഈ കുട്ടികളെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ പീഡനം നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഈ കുട്ടികളുടെ സഹപാഠികളുടെ ആ ഒരു ചിത്രങ്ങൾ കണ്ടതോടുകൂടിയാണ് അവരെ കൂടി ഇത്തരത്തിൽ വീട്ടിലേക്ക് എത്തിക്കണമെന്ന് കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. ആ നിർദ്ദേശമല്ല, ഒരു ഭീഷണി സ്വരത്തിലാണ് പറയുന്നത്. ചെറിയ കുട്ടികൾ, അതായത് ഇപ്പോൾ വയസ്സ് സൂചിപ്പിച്ചിരുന്നു, 10ഉം 12ഉം വയസ്സ് മാത്രമേ കുട്ടികൾക്ക് പ്രായമുള്ളൂ. അപ്പോൾ ഒരു മുതിർന്ന ഒരാൾ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ആ കുട്ടികൾ ആ ഭീഷണിക്ക് വഴങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം. പിന്നീട് തൻ്റെ സഹപാഠികൾക്ക് ആ ഒരു കത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ കുറിപ്പ് എന്ന് നമുക്ക് പറയാം, അതായത് തൻ്റെ രണ്ടാനച്ഛനെ നിന്നെ ഒന്ന് കാണണം, നീ വീട്ടിലേക്ക് വരണം, ആ രീതിയിലായിരുന്നു ആ കുറിപ്പിൽ സൂചിപ്പിച്ചിരുന്നത്. ആ കുറിപ്പ് ടീച്ചർ കണ്ടതോടുകൂടിയാണ് ഇത്തരത്തിൽ ഇത് പോലീസിൻ്റെ ശ്രദ്ധയിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഭീഷണി, അതായത് കുട്ടികളെ ഒന്ന് പേടിപ്പിച്ചാൽ അവർക്ക് ആ ഭീഷണിക്ക് വഴങ്ങുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുതന്നെയാണ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ തുടർച്ചയായി 2 വർഷം ഇത്തരത്തിൽ തുടർച്ചയായി കുട്ടികൾ പീഡനത്തിന് ഇരയാകുമ്പോൾ അത് മറ്റാരും അറിഞ്ഞില്ല, ഈ അമ്മ പോലും അറിഞ്ഞില്ല എന്നത് ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. എന്തുതന്നെയാലും അന്വേഷണം പുരോഗമിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വരും നിമിഷങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അജിംഷാ, തീർച്ചയായും ഈ എന്താണ് ആ പീഡനം നടത്തിയ അയാളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ്? ആ ടാക്സി ഡ്രൈവറായി ആ കുടുംബത്തേക്ക് കടന്ന് കയറിയ അയാൾക്ക് മറ്റു കുടുംബമുണ്ടോ? അത് മാത്രമല്ല, ഒരു രണ്ടാനച്ഛൻ എന്ന നിലയിൽ, അതായത് ഈ കുടുംബത്തിൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കിയ അയാൾ ആ ഭാഗങ്ങൾ ചൂഷണം ചെയ്യുകയായിരുന്നു അല്ലേ? അത് വ്യക്തമായിട്ടുണ്ട്. തീർച്ചയായും ഒരു ചൂഷണം എന്ന് തന്നെ പറയണം. നിലവിലിപ്പോൾ ഈ ധനേഷ് എന്ന് പറയുന്ന പ്രതി ഒരു ലോറി ഡ്രൈവർ ആയിരുന്നു. ആദ്യഘട്ടത്തിൽ ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഇത്തരത്തിൽ ടാക്സി ഓടിച്ചിരുന്നത്. ആ ഒരു സമയത്ത്, അതായത് ഈ കുട്ടികളുടെ അച്ഛന് ഗുരുതരമായ രോഗം ബാധിക്കുന്നു. ചികിത്സ ആ ഒരു കുടുംബത്തെ, ചികിത്സാബാധ്യത അടക്കം ആ കുടുംബത്തെ വളരെ അധികം ബാധിച്ചിരുന്നു. ആ സമയത്താണ് ഈ കുട്ടികളുടെ അമ്മ ഈ ചികിത്സയുടെ ഭാഗമായി ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ധനേഷിനെ ടാക്സി വിളിക്കുന്നത്. പലപ്പോഴും ആ കുടുംബത്തിന് സഹായമായി ധനേഷ് എത്തിയിരുന്നു.
അത്തരത്തിൽ ടാക്സി വിളിച്ചുണ്ടായ ആ ഒരു ബന്ധം തന്നെയാണ്. പിന്നീട് 3 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ കുട്ടികളുടെ അച്ഛൻ മരിക്കുന്നത്. പിന്നീട് ഇവർ കൂടുതൽ സൗഹൃദത്തിലേക്ക് എത്തുന്നു. പിന്നീട് ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുകയും ഒപ്പം തന്നെ ഇത്തരത്തിൽ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ധനേഷ് ആ ഒരു കുടുംബത്തിൽ എത്തുകയും ചെയ്തിരുന്നു. അതായത് ഒരു രണ്ടാം അച്ഛൻ്റെ റോൾ തന്നെയായിരുന്നു ധനേഷിനെ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നത്. അത് മുതലെടുത്തുകൊണ്ടാണ് പിന്നീട് ഇത്തരത്തിൽ ഈ ഒരു പീഡനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ധനേഷിൻ്റെ മറ്റ് വിവരങ്ങൾ, അതായത് ധനേഷിന് കുടുംബം ഇല്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ ടാക്സി ഡ്രൈവറായിരുന്നു. പിന്നീട് ഇപ്പോൾ ലോറി ഡ്രൈവറായാണ് നിലവിൽ ധനേഷ് ജോലി ചെയ്യുന്നത്. ശരി, അമൽനാഥാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.